അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾക്കേ ചേമ്പിൻ്റെ പട്ട വെച്ചിട്ടേ ഒരു തോരൻ ഉണ്ടാക്കി നോക്കിയാലോ. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും, പക്ഷേ നമ്മുടെ രീതിയിലൊന്ന് എങ്ങനെയാണ് വെക്കണമെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾക്കേ നല്ല 2 പട്ട മുറിക്കാം, ചേമ്പും പട്ട കേട്ടോ. ഇതൊന്നും നമുക്ക് വേണ്ട, ഇത് കനം കുറവുള്ള പട്ട, ഇത്തിരി കനമുള്ള പട്ട വേണം നമുക്ക്. അപ്പം നമുക്ക് അവിടെ നോക്കാം. പാടാപ്പുണ്ണി നമ്മുടെ കത്തി വീണു. നമ്മളെ 2 തണ്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിനി കഷ്ണമായിട്ട് ചീന്താം, തോല് ചീന്തി എടുക്കാം. ഇത് കഷ്ണമാക്കണം. അല്പം മൂത്ത തണ്ടായാലും കുഴപ്പമില്ലേ. ഇനി ഇതേപോലെ ചീന്തി കളയണം, കണ്ടോ, ഇതേപോലെ ചീന്തി കളയണം. ഇതിനൊരു ചൊറിച്ചിലുണ്ടാവും കേട്ടോ, പശയായ അത് നോക്കണേ, പശയാവാണ്ട് നോക്കണം. ഇതൊക്കെ നമ്മൾ ഇടയ്ക്ക് വെച്ച് കഴിക്കണം കേട്ടോ. ഇതൊക്കെ നമുക്കേ നല്ലതാണ്, വയറിനൊക്കെ നല്ലതാ. ഇടയ്ക്കൊക്കെ നമുക്കൊരു ചേഞ്ച് വേണ്ടേ. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ചീന്തി എടുത്തിട്ടുണ്ട് തോലൊക്കെ കേട്ടോ. അങ്ങനെ തന്നെ ചീന്തി എടുക്കണേ, കണ്ടോ. ഇനി നമുക്കിത് കൊത്തി അരിയാം. ഇങ്ങനെ കൊത്തി അരിയണം കേട്ടോ, നന്നായി ഇങ്ങനെ കൊത്തി അരിയണം. ഇത് ഇങ്ങനെ അരിയണേ, ഇങ്ങനെ കൊത്തി അരിയണം. ഇനി നമുക്ക് എല്ലാതും ഇതുപോലെ കൊത്തി അരിഞ്ഞെടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടോ, നമ്മുടെ താളൊക്കെ ഇങ്ങനെ കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതേപോലെ കൊത്തിയരിഞ്ഞ് കഴുകി വാരി വെച്ചിട്ടുണ്ടേ, കണ്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ, 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇത്തിരി കുഞ്ഞൻ കണ്ടോ, കുട്ടിയെ കരയിപ്പിക്കും, അവനെ എടുത്തിട്ടുണ്ട്. കാന്താരിയാണ് നല്ലത്. നമുക്ക് വേണമെങ്കിൽ മറ്റുള്ള മുളകൊക്കെ ചേർക്കാം. മുളകും പൊടി വേണ്ട, അത് നന്നാവില്ല. കൊച്ചുള്ളിയാണ് ഇതിലേക്ക് കേമൻ. സവോള ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും, അത് കാരണം കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി ചേരുവകളൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്കേ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി ഇതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ പൊട്ടി അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാന്താരി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് 2 തണ്ട് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇളക്കി കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് താളിട്ട് കൊടുക്കേ. അടച്ച് വെക്കണ്ട കേട്ടോ, വെള്ളം തീരെ പാടില്ല, കഴുകി വാർത്ത് വെക്കണം നമ്മൾ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കേ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം കേട്ടോ, ഉപ്പിടാം. നമുക്കിതിലേക്ക് നമ്മളെ ചിരകി വെച്ച ഒരു മുറി നാളികേരല്ലേ, അത് ഇട്ട് കൊടുക്കാം കേട്ടോ. സിമ്പിളായുള്ള പരിപാടിയാണ്, അധികം സാധനങ്ങളും വേണ്ട, നന്നായി സ്വാദോടുകൂടി കഴിക്കുകയും ചെയ്യാം. ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. പിന്നെ ഇത് അടച്ച് വെക്കരുതേ, പിന്നെ താളിന് വേവ് കുറവാണ്. അടച്ച് വെച്ചാൽ ഒന്ന് വെള്ളമായിട്ട് നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ തുറന്ന് വെച്ച് തന്നെ വേവിക്കണം. ഇപ്പോൾ നമ്മുടെ തോരനൊക്കെ കണ്ടോ, വെള്ളം വറ്റി നല്ല പാകത്തിലായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, സിമ്പിൾ പണിയുള്ളൂ. ഇപ്പോൾ നമ്മുടെ താള് തോരനൊക്കെ കണ്ടോ, ചേമ്പിൻ തണ്ട് തോരനൊക്കെ കണ്ടോ, നല്ല പാകമായി അടിപൊളിയായി. ഇനി ഞങ്ങൾ ചോറിട്ടിട്ടില്ല കേട്ടോ, ഇത് കൂട്ടിയിട്ട് വേണം ചോറിനാ വിചാരിച്ചിട്ടാ. പിന്നെ നമുക്ക് എത്ര നമ്മുടെ തൊടിയിൽ എന്തുണ്ടെങ്കിലും നമ്മൾ നാല് പുറം നമ്മൾ അതിനെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കില്ല. നമ്മൾ പറയും അശ്വ ഒന്നിന് തോരൻ വയ്ക്കാൻ ഒന്നുമില്ല, അല്ലെങ്കിൽ ഉപ്പേരി വയ്ക്കാൻ ഒന്നുമില്ലയെന്ന്. അത് കേട്ട പാടെ കേൾക്കാത്ത പാടെ നമ്മുടെ പുരുഷ കേസരികൾ ഷർട്ടെടുത്തിടും, പൂവും. ക്യാരറ്റ്, കാബേജ്, ബീട്രൂട്ട് അങ്ങനെ പോകുന്നു, പയർ അതൊക്കെ വാങ്ങിക്കൊണ്ടുവരും. പക്ഷെ നമ്മുടെ തൊടിയിൽ എന്തുണ്ട് നമ്മൾ നാല് പുറം ഒന്നും ശ്രദ്ധിക്കാറില്ല, ഞാനടക്കം. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ശരീരത്തിനൊക്കെ എത്ര നല്ലതാണെന്നറിയോ, ഒരു വളമോ അങ്ങനെ ഒന്നും ഇല്ലാത്തതാണ്. ഈ ചേമ്പിനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറും ആട്ടും കാട്ടപ്പൊടി അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ നടണത്, അല്ലാണ്ട് വേറെ ഒന്നും ഇടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തു നോക്കണം, അതിന് വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.